പരിശുദ്ധൻ മഹോന്നതനാഥൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നതനാഥൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ആഹാ ഹല്ലേലൂയ, 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 ആഹാ ഹല്ലേലൂയ. കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരിവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്ന യേശു മിശിഹാ. സന്നിധിയിൽ എളിമയുള്ളവരായിരിക്കാം. കർത്താവിനെ ഉറ്റുനോക്കാം. കണ്ണ് തുറന്നു നോക്കൂ, നിനക്കവനെ കാണാം. അവൻ പറയുന്നു, ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തം ആകുന്നു. വിശ്വസിക്കൂ മോനെ, മോളെ. പൗലോസ്ലീഹ പറയുന്നു, അവിടുത്തെ ശരീരവും രക്തവും നിങ്ങൾ ദിവ്യ അൽത്താരിൽ ആഘോഷിക്കുമ്പോഴെല്ലാം അവിടുത്തെ മരണമാണ് പ്രഖ്യാപിക്കുന്നത് എന്ന്. ആ ക്രൂശിതനെ, നമ്മളെ പ്രതി വിരൂപനായവനെ ഒന്ന് നോക്കൂ. ആ കൈകൾ മാരോട് ചേർത്ത് നിന്നിലുള്ള വിരൂപത അഥവാ വിരൂപതകൾ ഒന്ന് കാണും. അതാണ് അവൻ ഏറ്റെടുത്തത്. ഈ നിമിഷം നീ കർത്താവിനോട് അനുകമ്പ കാണിക്കണ്ട, നീ കർത്താവിനോട് സഹതപിക്കണ്ട. സഹതപിച്ച സ്ത്രീകളോട് കർത്താവ് പറഞ്ഞത്, പോയി നിന്നെ നിൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങളുടെ ജീവിതമോർത്ത് സഹതപിക്കാനാണ്. ഇപ്പോൾ അത് ചെയ്യട്ടെ. അതിനുള്ള കൃപയാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവൻ ഏറ്റെടുത്തു. അപ്പോൾ കുടി ജനിച്ചപ്പോൾ മുതൽ. അതേ മക്കളെ, നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ആണ് അവിടെ പറഞ്ഞത്. വചനം മാംസമായി നിത്യവചനം പിതാവിനോടൊത്ത് ജീവിച്ച പരിശുദ്ധൻ 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 എന്ന് വിളിക്കപ്പെട്ട ആ ദൈവം എൻ്റെയും കൂടി ശരീരം ഏറ്റെടുത്തു 2025 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം അതും പേറിക്കൊണ്ടാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തതും വചനം പ്രഘോഷിച്ചതും. അവനോടുകൂടി ഉണ്ടായിരുന്നു ഞാൻ, അവനിലായിരുന്നു ഞാൻ. ഈശോയും പറയുന്നു, ഞാൻ നിന്നിലായിരുന്നു, നിന്നോടുകൂടി ഉണ്ടായിരുന്നു. അന്ന് നീ ജനിച്ചിട്ടില്ലായിരുന്നു, അന്ന് അമ്മയുടെ വയറ്റിൽ പോലും നീ ഗർഭം ധരിച്ചിരുന്നില്ല. അന്നും ദൈവം നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹം അനാദി മുതൽ ഉള്ളതാണ്. അവിടുത്തെ മനസ്സിൽ നീ ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നന്ദി പറയട്ടെ ഉള്ളുകൊണ്ട് ആ വലിയ സ്നേഹമോർത്ത്. നീ പാപം ചെയ്ത് വഴിതെറ്റിപ്പോയപ്പോഴും കൽപ്പനകൾ ലംഘിച്ച്
കിട്ടിയ വരപ്രസാദം നഷ്ടപ്പെടുത്തിയപ്പോഴും പല പല തിന്മകളിലൂടെ നീ വിരൂപനായപ്പോഴും ഈശോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ആ കാൽവരിയിലും പൂങ്കാവനത്തിലും ഗത്സമനിലും സംഭവിച്ചത്. ഗത്സമേൻ തോട്ടം. കഥാവ് കോരമ്പുമണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ അത് പറഞ്ഞ ശേഷമാണ് തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി പറഞ്ഞത്. എനിക്ക് ജെറുസലേമിൽ പോകണം, പീഡകൾ സഹിക്കണം. അവിടെ വെച്ചാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇച്ഛാശക്തി വീണ്ടും നൽകുന്നത്. അതെ, നമ്മുടെ മാതാപിതാക്കൾ ആദവും അവ്വായും നമ്മൾ പറയുന്നവർ ആദ്യ മാതാപിതാക്കൾ. ആ പിശാചിനോട് നോ പറയാനുള്ള ശക്തി ഇല്ലാതെ പോയി മനസ്സിൽ. ഈശോയുടെ വചനത്തോട് യേശു പറയുവാൻ, ഇതാ കർത്താവിന് ദാസൻ ദാസി എന്ന് പറയുവാൻ ഉള്ള മനക്കരുത്ത് പോയി, ചങ്കൂറ്റം പോയി, നട്ടല് പോയി. അതാണ് ഉരുകി ഉരുകി ചക്കിൽ താട്ടിയാൽ എന്ന പോലെ ഉരുകി ഉരുകി. അത് തൻ്റെ വ്യക്തിത്വം മുഴുവനും ഉരുകി, തൻ്റെ ഷേപ്പ് മാറിപ്പോയി. അവൻ വിരൂപനായിരുന്നു. അവനെ കാണാൻ ആരും ആഗ്രഹിച്ചില്ല. കണ്ടവരെല്ലാം മുഖം തിരിച്ചു. ആ മുഖത്ത് തുപ്പി അടിച്ചു. ആ തലയിൽ മുള്ളുകൾ അടിച്ചു കയറ്റി. ഇതെല്ലാം എൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം. അവിടുത്തെ ആ സ്നേഹം എന്നെ പ്രതി പാപമായി മാറി. പാപം നിഹനിക്കുന്ന ദിവ്യ കുഞ്ഞാട്. അത് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞവൻ ആണ് ഈ അൽത്താരയിൽ. എപ്പോഴും അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവൻ. ഇതാണ് സ്നേഹം. അതിനാണ് ഓരോ ദിവസവും ദിവ്യ അൽത്താരയിൽ വരുന്നതും. ഇവിടെ എപ്പോഴും 24 മണിക്കൂറും സന്നിഹിതനായിരിക്കുന്നതും നമ്മളുടെ സ്നേഹം കൊണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനായ യേശു ക്രിസ്തു പാപമൊഴികെ എല്ലാ കാര്യത്തിലും നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മനുഷ്യത്വം ഉണ്ടായിരുന്നവൻ, വിശപ്പും ദാഹവും എല്ലാം ഉണ്ടായിരുന്നവൻ, ലാസറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കരഞ്ഞവൻ. ഇന്നത് നിങ്ങൾ കേട്ടു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ. ആ മരിച്ചവരായ നമ്മളെ ഉയർപ്പിക്കാൻ ഇതാ കല്ലറ അതിന് വാരുക്കൽ നിൽക്കുന്നു. ആ കല്ലറ നമ്മുടെ ഹൃദയം തന്നെ. ഒരു പക്ഷേ നമ്മുടെ ആന്തരിക മനുഷ്യനെ നമ്മൾ കൊന്ന് കുഴിച്ച് മൂടിയിരിക്കുന്നു. ഭാഗ്യമായ എല്ലാമുണ്ട്. പണമുണ്ട്, സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്. ഇല്ല, ഇനി ഇല്ലാത്തത് കിട്ടാനായിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. എന്നാൽ എൻ്റെ ആന്തരിക മനുഷ്യൻ്റെ സ്ഥിതി, ആ ദുർഭകനായ മനുഷ്യനെന്നല്ലേ കർത്താവ് പറയുന്നത്. ആ ദൗർഭാഗ്യം അതുതന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് നീ അവനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നെങ്കിൽ മറ്റാരേക്കാൾ ദൗർഭാഗ്യവാൻ ആണ്. ഇപ്പോഴും മനസ്സിലിരിക്കുന്നത് മഞ്ഞാക്കളച്ചൻ രോഗശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കണം, വിദേശത്ത് പോകാനുള്ള വീസ കിട്ടാൻ പ്രാർത്ഥിക്കണം, വീട് വയ്ക്കാനുള്ള പണം കിട്ടാൻ പ്രാർത്ഥിക്കണം എന്നല്ലേ നോക്കൂ. എന്നാൽ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എന്നെ പ്രതി വിരൂപന അങ്ങ് എൻ്റെ പൊയ്പോയ സാദൃശ്യം വീണ്ടു തരാൻ, ആ ചൈതന്യം വീണ്ടു തരാൻ ഇവിടെ ഇരിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അങ്ങനെ അവിടുത്തെ രാജ്യത്തിൽ ആവുക. മക്കളെ, ഈശോ പറയുന്നതാണിതൊക്കെ. നമുക്ക് ആ ശ്രദ്ധ കൊടുക്കാം, കാതുകൾ തുറക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ എന്തിനങ്ങ് വന്നുവോ? അങ്ങ് വന്നപ്പോൾ പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ എന്നാണ്. ഒരിക്കലും പറഞ്ഞില്ല മതം മാറാൻ, ഈ റീത്തിൽ ചേരാൻ, ആ റീത്തിൽ ചേരാൻ, ആ ഗ്രൂപ്പിൽ പെടാൻ, ആ വിഭാഗത്തിൽ ചേരുവാൻ. മാനസാന്തരപ്പെടുവിൻ. എല്ലാ ജാതിയും മത ഗോത്രങ്ങൾക്ക് അതീതമായി ഓരോരുത്തരും ഇന്നും ആ ശബ്ദം അങ്ങ് അറിയിക്കുകയാണ്. ചെവിയുള്ളവർ കേൾക്കട്ടെ. പറഞ്ഞില്ല, ഇതാ എല്ലാ ഭൗമിക സ്വത്തും ഞാൻ നിനക്ക് തരാം, വരൂ എൻ്റെ പിന്നാലെ. ഈശോ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരിക. യുവാവിനോട് പറഞ്ഞത് അതാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കി എൻ്റെ പിന്നാലെ വരൂ. നമ്മൾ ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾക്കല്ലേ പ്രാർത്ഥിക്കുന്നത്, അതോ സ്വർഗത്തിൽ നിക്ഷേപം കിട്ടാനാണ്? മക്കളെ, ഹൃദയം തുറക്കൂ, അതിനായിട്ട് പ്രാർത്ഥിക്കൂ.
യഥാർത്ഥ ഒരു മാനസാന്തരം. അവനോടുത്ത ജീവിതം, അതാണ് സ്വർഗരാജ്യം. ആദിമാതാക്കൾ ആ പർദീസായിൽ നഷ്ടമാക്കി. ആ നഷ്ടമായ പർദീസ വീണ്ടും നൽകുവാൻ യേശുവിനോടൊത്തുള്ള ആ ജീവിതം, അതാണ് അവൻ്റെ പേര് തന്നെ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെട്ടത്. ദൈവം നമ്മോടുകൂടി. നമുക്ക് അവിടുത്തെ നോക്കാം, ഉറ്റുനോക്കാം. എന്തുകൊണ്ടാണ് ആ മനുഷ്യനായി തീർന്ന യേശു അപ്പമായി തീർന്നത്? നിശ്ചയമായിട്ടും എന്നെ ദൈവ മകനാക്കാൻ, ദൈവ മകളാക്കാനല്ലേ? ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കൂ മക്കളെ. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകനായി വരുവാൻ ഞാൻ യോഗ്യനല്ല. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകളായി വരുവാൻ ഞാൻ യോഗ്യയല്ല. കണ്ണുകൾ ശാന്തമായി അടച്ചു വീണ്ടും കൈകൾ മാറോട് ചേർത്ത് വെച്ച് എപ്രകാരം കർത്താവിന് വിദൂരത്തിലേക്ക് പോയി ആ ദൂർത്ത മകനെ പോലെ. പാപത്തിൻ്റെ ഏറ്റവും വലിയ തിക്ത അനുഭവം അതാണ് ദൈവത്തിൽ നകൽച്ച. ആ പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുന്ന തവിട് പോലും കിട്ടാതെ, ജീവൻ്റെ അപ്പമോ ജീവൻ്റെ ജലമോ ഇല്ലാതെ വിശന്നും ദാഹിച്ചും കിടക്കുന്ന പാപിയെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാം നമുക്ക്. ഉള്ളുകൊണ്ട് മുഖം മൂടികൾ മാറ്റാം. എല്ലാം കാണുന്ന ദൈവം. ഞാൻ പറഞ്ഞതുപോലെ കുമ്പസാരത്തിൽ അച്ഛനെ മറച്ചു വയ്ക്കാം, വീട്ടിൽ അപ്പനെയോ അമ്മയോ മറച്ചു വയ്ക്കാം, ഭാര്യയോ ഭർത്താവിനെ മറച്ചു വയ്ക്കാം. എന്നാൽ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രഭയുള്ള കണ്ണുകളുള്ള കർത്താവിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല മക്കളെ. കർത്താവ് നിന്നെ നോക്കുന്നു. ആ കണ്ണുകൾ കൊണ്ട് എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മുഖംമൂടികൾ മാറ്റണമേ, എൻ്റെ ശവക്കല്ലറ തുറക്കൂ, എൻ്റെ ഹൃദയമാകുന്ന ശവക്കല്ലറ അങ്ങ് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. അതെ, ഞാൻ പാപം ചെയ്തു, അതിൻ്റെ ശമ്പളം മരണമാണ്. പുറമേ എനിക്ക് അനക്കമുണ്ട്, ശ്വാസമുണ്ട്, ഞാൻ അതുവിധം ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ആന്തരിക മനുഷ്യൻ, ആത്മീയ ജീവനില്ലാതെ മമുരിശാൽ നിൽക്കുന്ന ജീവൻ, ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളാണ് ഞാൻ. എനിക്ക് ഉജ്ജീവിപ്പിക്കണം എൻ്റെ ആന്തരിക മനുഷ്യനെ. എൻ്റെ ഈ ശാരീരിക മനുഷ്യൻ ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ മണ്ണോട് മണ്ണ് ചേരും, ശവസംസ്കാരം നടത്തും. എന്നാൽ ഞാൻ മരിക്കില്ല, മരിക്കേണ്ടവനല്ല, ജീവിക്കുന്നവനാകാനാണ്. അതാണ് മാർത്തായോട് കർത്താവ് പറഞ്ഞത്. നീ വിശ്വസിക്കുന്നുവോ എങ്കിൽ നിൻ്റെ സഹോദരൻ ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്തവൻ ഒരിക്കലും മരിക്കില്ല. ഇന്ന് രാവിലെ കുർബാനയിൽ നിങ്ങൾ കേട്ട വചനമാണ്. വിശ്വസിക്കൂ മക്കളെ, ഈ സത്യമാണ് ദൈവവചനം. ആകാശവും ഭൂമിയും കടന്നുപോയാലും കടന്നുപോവില്ല. എൻ്റെ ഈശോയെ, ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുകയാണ് ഈ അങ്ങയുടെ മുമ്പിൽ. കാര്യമുള്ള മർത്താവേ, കാര്യമുള്ള കർത്താവേ, അനുഗ്രഹം കൊടുക്കൂ, അനുതാപത്തിൻ്റെ അത് പുതിയൊരു മനസ്സ് കൊടുക്കൂ, മനസ്സാന്തരം. മതമാറ്റമല്ല, ഞാൻ വീണ്ടും പറയുന്നു, സമൂഹത്തിലേക്ക് മാറ്റുന്ന സമുദായ മാറ്റവുമല്ല. അവിടെയാണ് സുപ്രീം കോർട്ട് പോലും അതെ ആ മതം മാറ്റം നിർത്തി. നമ്മൾ കാരണം മനമാറ്റം നിർത്താത്തത് കൊണ്ട്, മനസ്സിന് മാറ്റം വരുത്താതെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ബാഹ്യതയിൽ കഴിയുന്നു. തകരട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നന്ദി കൊണ്ടുവരാൻ പുതിയൊരു ഹൃദയം തരുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിന് പുതിയ ഹൃദയം കിട്ടുന്ന ഒരു ഗാനം അത് നമുക്ക് പാടാം. മകനെ, നിർമ്മലമായൊരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം. ആ കരങ്ങൾ അല്പം നീട്ടിക്കത്താണ്ട് പ്രാർത്ഥിക്കുക വേണം. അല്ലെങ്കിൽ ഹൃദയം തുറക്കൂ. വെറുതെ പാടരുത്, അർത്ഥപൂർണമായി. ഇത് പാടുമ്പോൾ നിന്റെ ഹൃദയ ശസ്ത്രക്രിയ നടന്നു കഴിയണം.
ഇശയ്ക്കയിലൂടെ പറഞ്ഞതുപോലെ നിന്റെ പഴയ ഹൃദയം മുറിച്ചു കളയുക. ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരാം. ജീവൻ, പുതിയ ജീവൻ ആത്മാവിനെ തരാം. പുതിയ ചൈതന്യം നിന്നെ നിക്ഷേപിക്കാം. ഹൃദയത്തിൽ നിന്ന് പാടൂ മക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ട് പാടൂ മക്കളെ. നേരായൊരു മാനസവും തരുകന്നിൽ നാഥ, തവ സന്നിധിയിൽ ഞങ്ങൾ അകന്നുപോയി. ഞങ്ങളുടെ പാപത്തിന്റെ ഫലം ഞങ്ങൾ പേറുന്നു. ഞങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. എന്നാൽ അങ്ങ് മുട്ടി വിളിക്കുന്നത് കാണുന്നില്ല. ഞങ്ങൾ മറ്റു മരങ്ങളെപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരല്ല. ഞങ്ങളെ വന്ന് ആദാം നീ എവിടെ എന്ന് ചോദിക്കുന്നു. ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇപ്പോൾ പേര് ചൊല്ലി വിളിക്കണം. ഞങ്ങളെ അകത്തരുതേ, സമീപസ്ഥനായി എപ്പോഴും ഉണ്ടായിരിക്കണമേ. നേരായൊരു മാനസവും തീർത്തരുകന്നിൽ നാഥ, രക്ഷകനിലേക്ക് കടന്നു വരൂ. രക്ഷകനിലേക്ക് കടന്നു വരൂ. മക്കളെ, ഇങ്ങനെ പോയാ നീ നാശത്തിലാണ്. നീ തവിട് പോലും കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ നീ നശിക്കും. രക്ഷകൻ അടുക്കലേക്ക് വരും. മാനസാന്തരപ്പെടൂ എന്ന് പറഞ്ഞു. രക്ഷകനിലേക്ക് വരൂ, തിരിയൂ എന്നാണ്. വരൂ, വരൂ മക്കളെ. അവന്റെ തിരിയുമ്പോൾ അവന്റെ സൗഖ്യം നീ അനുഭവിക്കും. പുതിയ ജീവിതം നീ അനുഭവിക്കും. എന്നിലേക്ക് മടങ്ങി വന്നാൽ ഞാനും മടങ്ങി വരാമെന്ന്. നേരായൊരു മാനസവും തീർത്തരുകന്നിൽ നാഥ. കണ്ണുകൾ ശാന്തമായി അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് രാവിലെ പ്രസംഗത്തിൽ കേട്ട കാര്യം ഓർക്കൂ. ഏതെങ്കിലും ബന്ധങ്ങൾ നേരെയാക്കാനുണ്ടോ? ഏതെങ്കിലും വഴികൾ നേരെയാക്കാനുണ്ടോ? ഏതെങ്കിലും രോഷമോ പിണക്കമോ ആരെങ്കിലും മകന്നുണ്ടോ? നീ റെഡിയാണോ പോയി രമപ്പെടാൻ? ഞാൻ പറഞ്ഞ ആ ഫിലിപ്പീൻസിൻ്റെ കൂട്ട്, മനിലാക്കാരെ കൂട്ട് പോയി കാല് പിടിച്ച് ക്ഷമ ചോദിക്കുവാൻ, ക്ഷമ കൊടുക്കുവാൻ നീ തയ്യാറ്? ബഹുമാനപ്പെട്ട വെട്ടുവിലച്ച് നിങ്ങളോട് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിൻ്റെ ഉള്ള അതെനിക്ക് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ അവസാനം വരെ നീ ശവം ആയി നടക്കുന്നു. തത്തനൊത്മേ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയും. ഇല്ല മക്കളെ, ക്രിസ്തുവിൽ ജീവിക്കണം. ബീവേ യേശു, യേശു ജീവിക്കുന്നു എന്ന വാക്കാണല്ലോ അവസാനം അദ്ദേഹം പറഞ്ഞത്. യേശു നിന്നിൽ ജീവിക്കണം, ജീവിക്കണം. കാരണം ഇവിടെ കർത്താവേ ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ നൽകൂ, അനുഗ്രഹം കൊടുക്കൂ കർത്താവേ. കർത്താവ് യഥാർത്ഥത്തിൽ ആരെങ്കിലും പണക്കമുണ്ടെങ്കിൽ പോയി രമ്യപ്പെടാനുള്ള കൃപ കൊടുക്കൂ. അച്ഛനായാലും കന്യാശിയായാലും അൽമേനിയായാലും കൊച്ചായാലും ചെറുപ്പമായാലും ആരായാലും ഈശോ ഈ കൃപ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. കത്തോലിക്ക സ്ഥിരതയിൽ അതെ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്ഷമയുടെ അരൂപി, കൃപയുടെ അരൂപിയെ, അനുരജ്ഞത്തിൻ്റെ അരൂപിയെ കടന്നു വരൂ. ഓരോ ബലിയിലും ആദ്യം പാടുന്ന പാട്ട് പോലെ അനുരജ്ഞിതരായി തീർന്നിടാമെന്നത് അന്വർത്ഥമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിമിഷം സ്വർഗം തുറക്കൂ, ശക്തിയൊരുക്കൂ കർത്താവേ. ഈ നിമിഷം ഇവിടെ ഹൃദയങ്ങളെ തകർക്കൂ കർത്താവേ. എല്ലാ രോഷങ്ങളും വൈരാഗ്യങ്ങളും പകയും നീങ്ങിപ്പോട്ടെ കർത്താവേ. ഇന്നത്തെ യുദ്ധത്തിന് കാരണം അതാണ്, പകയാണ്. ഇസ്രായേലിന് ഇറാനോട് പകയാണ്, അമേരിക്കയ്ക്കും പകയാണ്, യുദ്ധമായി അത് പുകയായി തീർന്നിരിക്കുന്നത്, അണുബോംബായി തീരുന്നത്. ഈശോയെ ആ അണുബോംബിൽ അവർ നശിക്കുന്നു. ഈശോയെ ഈ മക്കൾ നശിക്കാതിരിക്കാൻ ഈ കാരിസ്ഭവനിലെ എല്ലാ അച്ഛന്മാരും ചേർന്ന് കാര്യച്ചോടും വിജയിച്ചോടും വെട്ടിവലിയച്ചോടും ലാലുവച്ചോടും എല്ലാം ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിമിഷം അനുഗ്രഹം ഭക്ഷിക്കൂ. ഇവരാരും നഷ്ടപ്പെടാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല ഈശോയെ. അതുകൊണ്ടാണ് ആ മരണം, ശാപം അങ്ങ് ഏറ്റെടുത്തത്, ശിക്ഷ ഏറ്റെടുത്ത് ഒരാൾ മരിക്കുന്നതാണ് നല്ലത്. വെറും ആളല്ല,
വെറുമൊരു വ്യക്തിയല്ല. എൻ്റെ ശരീരം, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ, എൻ്റെ കത്തോലിക്ക സഭയിൽ, എൻ്റെ ക്രിസ്തീയ സഭയിൽ അവന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ശരീരം ഏറ്റെടുത്ത ആ കർത്താവ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ മനുഷ്യൻ്റെ മരണം. ഈശോ അതിനാണല്ലോ അങ്ങ് പറഞ്ഞത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റ ഈ നിമിഷം കൃപ കൊടുക്കൂ കർത്താവേ. വൈരാഗ്യം, ദോഷം മാത്രമല്ല, ഏതെങ്കിലും തഴക്ക ദോഷങ്ങൾ, രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞതാണ്, അതിനെ തകർക്കണം. ഈ നിമിഷം സ്വയംഭോഗമായിരിക്കാം, അശുദ്ധ ഭാവത്തിൽ, ജഡീക ഭാവത്തിൽ മുഴുകി ടെലിഫോണും കെട്ടിപ്പിടിച്ചിരുന്ന് അത് ടെലിഫോൺ തകരട്ടെ, അതില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം കർത്താവ് ഏതെങ്കിലും മദ്യക്കുപ്പിയായിരിക്കാം, അലമാരിയിൽ ഇരിക്കുന്ന മദ്യക്കുപ്പിയായിരിക്കാം മദ്യത്തിന് ഇരയാക്കുന്നത്. ഈശോയെ സുഖപ്പെടുത്തും, ഇവരെ വിമോചിപ്പിക്കും, പാപത്തിൻ്റെ സാഹചര്യം ഉപേക്ഷിക്കാൻ കൊടുക്കും. പ്രത്യേകിച്ച് തഴക്ക ദോഷങ്ങൾ കർത്താവേ ഏറെ പേരുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല. അവർക്കറിയാം, പുകവലിയായിരിക്കാം, ഒരു ലഹരി പദാർത്ഥങ്ങൾ എടുക്കുന്ന യുവാക്കളായിരിക്കാം, മദ്യപിക്കുന്നവരായിരിക്കാം, വൈരാഗ്യം വെച്ച് ഭാര്യയെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ഭർത്താവിനെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ആ കഠിന ഹൃദയം, വൈരാഗ്യത്തിൻ്റെ ഹൃദയം തകർക്കുക കർത്താവേ. വചനം വഴി തകർക്കൂ, കൂടം പോലെ ആ വചനം തകർക്കട്ടെ. ജീസസ് കത്തി കൊണ്ട് മുറിച്ചു മാറ്റൂ. അത് വൈദ്യൻ, ഡോക്ടർ ഹൃദയം ശസ്ത്രക്രിയ നടത്തുന്നതുപോലെ ഇവരുടെ പഴയ ഹൃദയം ഉരിഞ്ഞു മാറ്റുക മാത്രമല്ല, മുറിച്ചു കളയൂ. ഈശോയെ അത്ഭുതം നടക്കട്ടെ, ഇവർ രൂപാന്തരപ്പെടട്ടെ കർത്താവേ, ഇവരുടെ വിരൂപത മാറട്ടെ. ഈശോ ഞാൻ ഈ അച്ഛന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് MSFSലെ വൈദികരോട് ചേർന്നുകൊണ്ട് ആത്മനാ പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിൽ നടണമേ, ഒട്ടിച്ചു ചേർക്കണമേ, ബഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് അതിൻ്റെ ഫലമായിട്ട് ശാരീരിക രോഗം, തളർച്ചയുള്ളവരെ, കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവ്, അതേ ശരീരം ബലഹീനമായിരിക്കുന്നു കർത്താവ്. ഈ നിമിഷം ആ ജീവരസം ഒഴുകട്ടെ. ഈശോയെ, അതാണല്ലോ ദീപബലി, അതാണല്ലോ ദീപികാരണം. ഈശോ അങ്ങയുടെ ശരീരത്തിൽ നിന്നും അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും ജീവജലം ഒഴുകട്ടെ, ജീവരസം ഒഴുകട്ടെ, ജീവനുള്ളവരെ തീരൂ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകട്ടെ. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരായി ഇവർ ഇനിയും അശുദ്ധിയിൽ കിടന്നുലയാൻ അനുവദിക്കരുത് കർത്താവേ. ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ അഴിക്കുവാനും കർത്താവെ ക്ഷമിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാനും തന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സഹവൈദികരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ, ആ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഇവരെ ഒട്ടിച്ചു വെക്കുന്നു, ചേർത്ത് വെക്കുന്നു. ഒഴുകട്ടെ ശക്തി, പുതിയ വ്യക്തികളായി മാറട്ടെ. പഴയതെല്ലാം പോകട്ടെ. അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങിൽ ഒട്ടിച്ചേർന്നവരായി മുന്നോട്ട് പോകാനുള്ള കൃപ കൊടുക്കൂ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കുക. പ്രത്യേകിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ 1/4 മണിക്കൂറോ അരമണിക്കൂറോ പോരാ, മുഴുവൻ മണിക്കൂറും ഉണർന്നിന്ന് പ്രാർത്ഥിക്കുമെന്ന് ശിഷ്യരോട് പറഞ്ഞു. 1 മണിക്കൂറെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരുന്നു. പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. ഏറെ പ്രലോഭനങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാം. എൻ്റെ ഈശോയെ ആ പ്രാർത്ഥനയുടെ അരുവി കൊടുക്കുക കർത്താവേ. അതിനു വേണ്ടിയിട്ട് സാഹചര്യം മാറ്റണം, ടെലിഫോൺ മാറ്റിവെക്കണം, ടെലിവിഷൻ മാറ്റിവെക്കണം, ഏറെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റയ്ക്ക് ക്വയറ്റായിട്ട് കർത്താവേ ജനലുകൾ അടച്ച്, കഥകൾ അടച്ച്, അത് പുറത്തേക്ക് തുറച്ചു നോക്കുന്നതെല്ലാം അടച്ച്, അതെന്തായാലും അവർക്കറിയാം. ഈശോയെ അങ്ങ് രഹസ്യമായിട്ട് അങ്ങയുടെ ഹൃദയത്തിൽ കടന്നു വന്ന് പിതാവിനെ കാണാൻ അനുഗ്രഹം കൊടുക്കൂ. അതിനാണല്ലോ ഹൃദയം അങ്ങ് പിളർന്നത്. ജീസസ്, ആ ഹൃദയത്തിൽ ഒരു ദ്വാരമുണ്ട്, ഒരു വാതിലുണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ കടന്നു വന്നവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരൂ. ജീസസ് ഇവരെ സമർപ്പിക്കുന്നു. ആ വഴിയിലൂടെ വരട്ടെ. വഴിയും സത്യവുമാണ്. ഈശോയെ സുഖപ്പെടുത്തു കർത്താവെ. കണ്ണ് കാണാൻ പറ്റുന്നില്ല കർത്താവെ, ആന്തരിക കണ്ണ് തുറക്കൂ. അതോടെ കണ്ണീർ തിമിരം,
അവരെ കണ്ണിന് ഗ്ലൂക്കോമ, കാഴ്ചക്കുറവുള്ളവരെ സുഖപ്പെടുത്തണമേ. ഈശോ അവരെ കൈകൾ ഇതാ കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സൗഖ്യം കൊടുക്കൂ. ആന്തരിക കണ്ണും ബാഹ്യ കണ്ണും തുറക്കാൻ, സുഖപ്പെടാൻ ഇടയാക്കുക. ഈശോയുടെ ചെവിയിൽ അവസരങ്ങൾ കേൾക്കുന്നവർ, ചെവിയുടെ സ്വരം ഒട്ടും കേൾക്കാത്തവരെ, പതുക്കെ സാവധാനം കേൾവി നഷ്ടപ്പെടുന്നവർക്ക് അത് ആ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ചെവിക്ക് വേദനയുള്ളവരൊക്കെ ഉണ്ട്, സുഖപ്പെടുത്ത കർത്താവേ ഈ നിമിഷം കടന്നു വരും. ശരീരത്തിൽ വാതരോഗം ഉള്ളവരുണ്ട്, കൈയും കാൽക്കും വേദന, മുട്ടുകുത്താൻ മേല, അല്ലെങ്കിൽ കൈ ഉയർത്താൻ പാടില്ല, കൈ കൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല, കൈയുടെ ഏണിന് വേദന, നടുവിന് വേദന, എളിക്ക് വേദന. ഈശോ അതെല്ലാം സുഖപ്പെടുത്തുവാൻ ഈ നിമിഷം അങ്ങേ വാതിൽ കൊണ്ടുവരുന്ന ഞാൻ. ഓ ജീവൻ ഒഴുകട്ടെ, അങ്ങയുടെ വഴിയിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. ജീസസ് ഇവരെ സുഖപ്പെടുത്തുക കർത്താവേ. ഈ നിമിഷം ആന്തരിക സൗഖ്യത്തോടൊപ്പം ശാരീരിക സൗഖ്യം കൊടുത്ത് ഇവരെ പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് നയിക്കൂ, സാദൃശ്യത്തിലേക്ക് നയിക്കൂ, ഛായയിലേക്ക് നയിക്കൂ. അങ്ങ് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ഫോർ ദ ഹീലിംഗ് ലോർഡ്. കർത്താവേ സ്തോത്രം. തസ്യാമേം, ഏലിമേം, അച്ചാമേം, മോളിയും എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നു. അലക്സിനെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. മറിയമ്മയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവിന് നന്ദി പറയട്ടെ, സ്തോത്രം അർപ്പിക്കട്ടെ. എബ്രഹാത്തിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അവരച്ഛ കർത്താവിന് വലിയ ശക്തിയിലേക്ക് ഒഴുകുന്നുണ്ട്. തോമാച്ച കർത്താവിന് പൂർണ്ണമായ സൗഖ്യം, എല്ലാ രോഗങ്ങളും മാറ്റുന്നു. നിനക്ക് പുതിയ ഹൃദയം, ഒരു പുതിയ മനസ്സ് തരുന്നുണ്ട്. ബേബിച്ച കർത്താവിന് ശക്തി ഒഴുകുന്നുണ്ട്. ചാണ്ടിച്ച കർത്താവിനെ സുഖപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ് സ്തോത്രം പറയൂ. മറിയാമ്മ, നിന്റെ എല്ലാ നടുവിൻ്റെ വേദനയും തണ്ടൽ വേദനയും കർത്താവ് മാറ്റി. ഈശോയെ സ്തോത്രം. മരിയ, നീ സുഖമായിരിക്കുന്നു. ഔസേപ്പച്ച, നീ സുഖമായിരിക്കുന്നു. അത് നിന്റെ എല്ലാ തളർച്ചകളും കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. നന്ദി പറയൂ. പുഷ്പ, നീ സുഖമായിരിക്കുന്നു. അതെ, ദീപ, നീ സുഖമായിരിക്കുന്നു. സ്മിത, നീ സുഖമായിരിക്കുന്നു. ഓ ജീസസ് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഈ നിമിഷം വലിയ സൗഖ്യം കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രമർപ്പിക്കുന്നു. കർത്താവേ, ഏറെ നടുവിന് വേദനയുള്ളവരുണ്ട് കർത്താവേ. ജോലി ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല, വടികുത്തിപ്പോരും. നടുവിലേക്ക്, നട്ടലിലേക്ക് ശക്തി ഒഴുകട്ടെ. ഈശോ ഈ നിമിഷം സൗഖ്യം കൊടുക്കൂ, അനുഗ്രഹം കൊടുക്കൂ. ചാക്കോച്ചനെ അങ്ങ് സുഖപ്പെടുത്തുന്നല്ലോ, നന്ദി പറയുന്നു കർത്താവേ. ചാക്കോച്ചനെ, ജേക്കബിനെ സുഖപ്പെടുത്തുന്ന നന്ദി പറഞ്ഞു. മാത്യുവിനെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു കർത്താവേ. യേശുവെ, മാത്യു എന്ന് പറഞ്ഞ 5 പേരെ അങ്ങ് തൊട്ടിപ്പോൾ സൗഖ്യം കൊടുക്കുന്നുണ്ട്. നന്ദി ദൈവമേ. മഞ്ജു, നീ സുഖമായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം അർപ്പിക്കട്ടെ. സോഫി, നീ സുഖമായിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയൂ. ജോസഫീന, കർത്താവിനെ സുഖപ്പെടുത്തുന്നു. യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ മഹത്വം, ആരാധന അർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. ലൂക്കാസ്, നീ സുഖമായിരിക്കുന്നു. എസ്തപ്പാൻ, സ്റ്റീഫൻ, നീ സുഖമായിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയൂ. കുര്യൻ, നീ സുഖമായിരിക്കുന്നു. കർത്താവിന് സൗഖ്യം നിലയിലേക്ക് കൊടുക്കുന്നു. നിനക്കൊരു പുതിയ ഹൃദയം, പുതിയ മനസ്സ്, ശരീരം അവിടുന്ന് തന്നു. കൈയൊത്തി കർത്താവിൽ ആ സാക്ഷിയായി തീരൂ. ഈശോ നിർമ്മല, നീ സുഖമായിരിക്കുന്നു. ഈശോയ്ക്ക് ബിജു, കർത്താവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ബാജു, കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ലീലാമ്മ, കർത്താവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ലീല, നീ സുഖമായിരിക്കുന്നു. ലില്ലിക്കുട്ടി, നീ സുഖമായിരിക്കുന്നു. കുഞ്ഞപ്പൻ, നീ സുഖമായിരിക്കുന്നു. നന്ദി പറയട്ടെ. കുഞ്ഞു മേരി, കർത്താവിൻ്റെ സൗഖ്യത്തിലേക്ക് ഒഴുകുന്നു. യേശുവേ നന്ദി. അന്നക്കുട്ടി, കർത്താവിനെ സുഖപ്പെടുത്തുന്നു. അന്ന, ആൻ എന്ന പേരുള്ള പലരെയും കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു. ഈശോയെ, ക്യാൻസർ രോഗികളുണ്ട് കർത്താവേ. ഈ നിമിഷം ഉള്ളിലെ ക്യാൻസർ സുഖപ്പെടുത്തു, ബാഹ്യ ക്യാൻസർ സുഖപ്പെടുത്തു കർത്താവേ. ഈ നിമിഷം ഏത് ക്യാൻസർ ആയാലും കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിക്കുന്നു. എല്ലാ രോഗങ്ങളും ദൂരെ മാറിപ്പോകൂ. ഈശോ ദൈവജനമാണ്, അങ്ങയുടെ ശരീരമാണ്, അങ്ങയുടെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. ഇപ്പോൾ അങ്ങ് രക്തത്തിൽ മുക്കുന്നു. ഈശോയെ, ആ രക്തത്തിലൂടെ എല്ലാ രോഗങ്ങളും ദൂരെ മാറിപ്പോട്ടെ. തലവേദന, തലചുറ്റൽ, ചുഴൽദീനം എല്ലാം പോകട്ടെ കർത്താവേ. ഇവിടെ ശിരസിലേക്ക് ശക്തി ഒഴുകട്ടെ. ഓർമ്മക്കുറവ് കർത്താവേ സുഖപ്പെടുത്തണമേ. നല്ല ഓർമ്മ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഹാർട്ടിൻ്റെ രോഗികളുണ്ട് കർത്താവേ. ആ ഹാർട്ട്, ഹൃദയം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു.
ഹൃദയത്തിന് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞത് അങ്ങ് തന്നെ നടത്തൂ കർത്താവേ. യാതൊരു ഡോക്ടറും കൂടാതെ ആശുപത്രിയും കൂടാതെ പുതിയ ഹാർട്ട് കൊടുക്കൂ ജീസസ്. ഹല്ലേലൂയ. അതുപോലെ ശ്വാസകോശം ആസ്മ ഉള്ളവരുണ്ട് കർത്താവേ, സുഖപ്പെടുത്തു കർത്താവേ. ശ്വാസം മുട്ടൽ അതങ്ങ് മാറ്റൂ കർത്താവേ. നല്ലപോലെ ശ്വസിക്കുക. ഇവിടെ ശ്വാസകോശങ്ങളെ കൂടണമേ ജീസസ്. യേശുവിനെ വിളിക്കൂ, യേശുവിനെ വിളിക്കൂ. ഹല്ലേലൂയ. അങ്ങ് വിളിച്ചപേക്ഷിക്കൂ. അവിടുത്തെ നാമം നിന്നെ സുഖപ്പെടുത്തും, അവിടുത്തെ നാമം നിന്നെ സുഖപ്പെടുത്തും. സുഖപ്പെടുത്തു. എല്ലാ രോഗങ്ങളും കരളി രോഗം സുഖപ്പെടുത്തു കർത്താവേ. കരളിനെ സുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരപ്പയ്ക്ക് രോഗമുള്ളവർ, വൻകുടൽ, ചെറുകുടൽ രോഗം, വയറുവേദന, ദഹനമില്ലായ്മ എല്ലാം സുഖപ്പെടുത്തു. വയറു വീർപ്പ് എല്ലാം സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ശക്തിയോട് കെട്ടെ. ഹല്ലേലൂയ. ഈശോ 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 വലിയ കൃപയോട് കെട്ടെ, വലിയ ശക്തിയോട് കെട്ടെ. ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങളെല്ലാം ഗർഭാശയം താഴെ സുഖപ്പെടട്ടെ കർത്താവേ. ഗർഭത്തിൽ ശിശുക്കളുള്ളവർ, ഗർഭിണികളെ നല്ല നല്ല പ്രസവം കൊടുക്കൂ. ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കുവാൻ ആ അമ്മമാരെ അനുഗ്രഹിക്കൂ കർത്താവേ. മക്കളില്ലാത്തവരുണ്ട്, മക്കൾക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവർ കർത്താവേ, അവരുടെ വന്ധ്യത മാറ്റിക്കൊടുക്കണമേ, മക്കളെ കൊടുക്കണമേ. ഈശോ ഈശോ അങ്ങയുടെ നാമം വിളിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. നാമത്തെ അത്ഭുതവും അടയാളം ചെയ്യൂ ഈശോ. ത്വക്ക് രോഗമുള്ളവർ, ഒത്തിപ്പേർ, സോറിയാസിസ് ഉള്ളവർ, പുണ്ണ് ഉള്ളവർ, ചൊറിച്ചിലുള്ളവർ അവരെല്ലാം സുഖപ്പെടുത്തണമേ. വേറെ തലവേദന, കൊടിഞ്ഞി എല്ലാം ദൂരെ മാറിപ്പോട്ടെ ജീസസ്. ജീസസ് ഈ നാമത്തിൽ വലിയ സൗഖ്യം കൊടുക്കൂ. അത് വയറിളകാത്തവർ, ദഹിക്കാത്തവർ, ദഹനക്കേടുള്ളവർ, ലൈംഗിക അവയവങ്ങളിൽ രോഗമുള്ളവർ, ഗർഭാശയ രോഗങ്ങൾ, വൃക്കകൾ രോഗങ്ങൾ, വൃക്കകൾ തകർന്ന ക്ഷീണിതരായവരുണ്ട് കർത്താവേ. വൃക്കകളെ സുഖപ്പെടുത്തണമേ, ലൈംഗിക അവയവങ്ങളെ സുഖപ്പെടുത്തണമേ. മൂത്രാശയ സംബന്ധമായ രോഗം, എപ്പോഴും അടുപ്പിലെപ്പോഴും മൂത്രമൊഴിക്കാൻ പോകണം കർത്താവേ. മൂത്രശങ്ക അതൊക്കെ സുഖപ്പെടുത്തൂ. ശരീരത്തെ ഓരോ കോശങ്ങളെ അങ്ങേക്ക് അർപ്പിക്കണം. ഓരോ മോളിക്യൂൾസും ഓരോ അണുക്കളും അർപ്പിക്കണം ഈശോ. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞരമ്പുകളിലേക്ക് ശക്തി ഒഴുകട്ടെ. ഞരമ്പുകളെ ബലപ്പെടുത്തും. തലച്ചോർ, മസ്തിഷ്കം സുഖമാകട്ടെ. രക്തധമനികളിലൂടെ രക്തമൊഴുകട്ടെ. രോഗമുള്ളവർ സുഖപ്പെടുത്തും. കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എല്ലാം സുഖമാകട്ടെ ജീസസ്. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ ഈശോ ഈശോ സൗഖ്യം കൊടുക്കൂ, കൃപ കൊടുക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സൗഖ്യം കൊടുത്താലും അനുഗ്രഹം കൊടുത്താലും ഈശോ നന്ദി പറയുന്നു. ഇവരുടെ മാംസപേശികളിലേക്ക് ശക്തി ഒഴുകട്ടെ. ബലമില്ലാത്ത മാംസപേശികൾ ബലമുള്ളതായി തീരട്ടെ. ഓരോ അസ്ഥിയും, അസ്ഥിയുടെ കഴപ്പ്, അസ്ഥിയുടെ വേദന മാറിട്ടെ. ഉണങ്ങിയ അസ്ഥിയെ ജീവിപ്പിച്ച കർത്താവേ. പട്ടാളക്കാരെ പോലെ എഴുന്നേറ്റ് നടന്നു വയസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടക്കട്ടെ ജീസസ്. ആത്മാവിനെ അയച്ചു. ആത്മാവേ കടന്നു വരൂ. പരിശുദ്ധാത്മാവേ കടന്നു വരൂ, കടന്നു വരൂ പരിശുദ്ധാത്മാവേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആത്മാവെ നിറയ്ക്കൂ, ശക്തി കൊണ്ട് നിറയ്ക്കൂ, കൃപ കൊണ്ട് നിറയ്ക്കൂ. സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കൂ ഈശോ. ഈശോ ഈ നിമിഷം വലത്തേക്ക് തിരിഞ്ഞ്, വലതുവശത്തേക്ക് കരങ്ങൾ ഉയർത്തി തിരിഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കുക. വലത്തുവശത്തുള്ള ആളിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ, മടികൂടാതെ. ആ നടുക്കുള്ള ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നോട്ട് വരാൻ പറ്റും. ആദ്യം വലത്തുവശത്തുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുമ്പോൾ ഇടതുവശത്തുള്ളവർക്ക് വേണ്ടി ഈശോയെ ഈ നിമിഷം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. വലതുവശത്തുള്ളവരുടെ തലയിൽ ശിരസിൽ കൈവയ്ക്കുന്നു. അവരുടെ കൈയല്ല, അങ്ങയുടെ മുറിവിട്ട കരങ്ങൾ ഒഴുകട്ടെ. ശക്തി, ജീവരസം ഒഴുകട്ടെ, സൗഖ്യമൊഴുകട്ടെ, കൃപയൊഴുകട്ടെ ജീസസ്. ഇവരെ മാനസാന്തരപ്പെടുത്തും, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഓ ഈശോയെ, ഈശോയെ അവരുടെ പ്രാർത്ഥന കേൾക്കും. അതേ കർത്താവേ, അവർ സ്നേഹം കൊടുക്കുകയാണ്, കൃപ കൊടുക്കുകയാണ്, പ്രാർത്ഥന കൊടുക്കുകയാണ്. ഈശോ ഈ നിമിഷം അവരുടെ കരങ്ങളിലൂടെ, അത് അങ്ങയുടെ കരങ്ങളാണ്, അത്ഭുതം ചെയ്യൂ, അടയാളം ചെയ്യൂ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ഭാഷാവരത്തി പ്രാർത്ഥിക്കൂ. ശംബലഹാല
തിരിഞ്ഞ ഇടത്ത് വശത്തുള്ളവർക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളിൻ്റെ ശിരസിൽ കൈവയ്ക്കൂ. ആത്മാർത്ഥമായി മക്കളെ, സ്നേഹത്തോടെ നിന്റെ ഹൃദയത്തിൽ സ്നേഹമൊഴുകണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ഈ ആള് ആന്തരികവും മാനസികവും ശാരീരികമായി ശക്തി നേടുന്നത് കണ്ടുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. മക്കളെ, നിന്റെ കൈയല്ല, നിനക്ക് പകരം ഈശോയുടെ മുറിവിറ്റ കരങ്ങൾ. വിശ്വസിക്കൂ, നീയല്ല, നിന്നിൽ ക്രിസ്തുവാണ് വസിക്കുന്നത്. ഈശോ ഇതാ വീണ്ടും ഇടതുവശത്തുള്ളവർക്ക് വേണ്ടി ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ നിമിഷത്തിൽ സ്വർഗം തുറക്കൂ. അനുഗ്രഹങ്ങൾ ഭക്ഷിക്കൂ, സൗഖ്യം കൊടുക്കൂ, വിടുതൽ കൊടുക്കൂ, സ്വാതന്ത്ര്യം കൊടുക്കൂ. ദൈവ മക്കളായി ഇവരെ വാർത്തെടുക്കൂ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശംബല ഹലലലല ലംബര ഹല്ലേലൂയ, ലംബര ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 2 കരങ്ങളും നിന്റെ തന്നെ ശിരസിൽ വയ്ക്കുക. നിന്റെ 2 കരങ്ങളും നിന്റെ ശിരസിൽ വയ്ക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി അർപ്പിക്കൂ. നീ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലം നീ ഇപ്പോൾ അനുഭവിക്കും. ഈശോ തരികയാണ്. ഈശോ അവർ സ്വന്തം ശരീരത്തിൽ കൈവയ്ക്കുന്നു. ഈ നിമിഷം അവരുടെ കരങ്ങളിലൂടെ തന്നെ സൗഖ്യം ഒഴുകട്ടെ, ജീവജലം ഒഴുകട്ടെ. ഹല്ലേലൂയ. സഖ്യമോൾ, കുഞ്ഞുമോൾ, നീ സുഖമായിരിക്കുന്നു. കർത്താവ് കുഞ്ഞുമോനെ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു. മോനിച്ചനെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. ത്രസ്യായെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൊച്ചു ത്രസ്യായി കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയട്ടെ, സ്തോത്രം അർപ്പിക്കട്ടെ. സലീനൻ കർത്താവ് സുഖപ്പെടുത്തുന്നു. സാലി കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. ആലിഷ്, നീ സുഖമായിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയട്ടെ, സ്തോത്രം അർപ്പിക്കട്ടെ. അനീത, നീ സുഖമായിരിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങി ദൈവത്തെ സ്തുതിക്കട്ടെ, വ്യക്തപ്പെടുത്തെ. ജോണി കർത്താവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദിവ്യ കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവ് സ്തോത്രം. ആരെഴുതുക ധാരാളം പേരുകൾ കാണുന്നുണ്ട്. അത് ഞാൻ വിളിച്ചു പറയുന്നില്ല. കർത്താവിൻ്റെ സൗഖ്യം വിശ്വസിക്കൂ, നന്ദി പറയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേഴ്സി, അത് ഗ്രേസി, ഇവരൊക്കെ സുഖപ്പെടുത്തുകയാണ്. ഈശോയുടെ ശക്തി ശക്തമായി ഒഴുകുന്നുണ്ട്. ഈശോ, അതെ, കർത്താവിനെ സ്തുതിക്കൂ, നന്ദി പറയൂ, ആരാധന അർപ്പിക്കൂ. ഹല്ലേലൂയ. മനോഹരമായ നിമിഷം ഞാൻ കാണുന്നത് കർത്താവ് തൻ്റെ മുറിവിറ്റ കരങ്ങൾ കൊണ്ട് നിങ്ങൾ തൊടുന്നു. ആ ഹൃദയത്തിന് ശക്തി ഒഴുകുന്നു. പിതാവ് സന്തോഷിക്കുന്നു. പിതാവേ നന്ദി, എൻ്റെ മക്കൾ യേശുവിലൂടെ മക്കളായി തീർന്നിരിക്കുന്നു. ഈ നിമിഷം അങ്ങ് കൊടുത്ത രൂപം അത് വീണ്ടും നേടിയിരിക്കുന്നു, പ്രശോഭിക്കുന്നു. അവർ ലോകത്തിൻ്റെ ദീപമാണ്, ഭൂമിയുടെ ഉപ്പായി. നന്ദി ദൈവമേ, സ്തോത്രം. കൈയടിക്കാം, കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മഹത്വം. കർത്താവ്, നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. മുട്ട നിൽക്കേണ്ടവർക്ക് മുട്ട നിൽക്കാമല്ല, ഇരിക്കുന്നിടത്താണെങ്കിലും ഹൃദയം തുറന്ന് ആശീർവാദം അതെ സ്വീകരിക്കുക. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യകാരണത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. സുനോജ് തോമസ്, അന്നമ്മ തോമസ് പരിശുദ്ധാത്മാവിൽ നിറയുവാനും രോഗസൗഖ്യത്തിനും, ആൻ്റണി കുടുംബ വിശുദ്ധീകരണത്തിനായും രോഗസൗഖ്യത്തിനായും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ഞാൻ ഒരാശീർവാദം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈനായിട്ട് നിന്നാൽ ഞാൻ ശിരസിൽ കവിച്ചു പ്രാർത്ഥിക്കാം. 3 പേര് ബഹളം വെക്കുകയാണെങ്കിൽ അന്നേരം ഞാൻ സ്ഥലം വിടും. ഓക്കെ? ഞാൻ മടുത്താണെങ്കിലും ഊർജ്ജസ്വലതയോടെ പ്രാർത്ഥിക്കാം. പക്ഷേ പറയുന്നത് കേൾക്കുക. അവിടെ ആ മാതാവിൻ്റെ ആ സ്വരൂപം ഇരിക്കുന്ന ആ സൈഡിൽ ലൈനായിട്ട് വരണം. ധൃതിയായിട്ട് പോകാനുള്ളവർ പൊക്കൂ, കുഴപ്പമില്ല. എനിക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് കൂട്ടമായിട്ട് വന്നാൽ ഞാൻ തൊടുകയിൽ അപ്പോഴേ പോവും. അത് എത്ര പേരുണ്ടെങ്കിലും വൈകുന്നേരം വരെ ആരും ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ നേരായിട്ട് നിൽക്കണം.